ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലെ എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമുക്ക് സബ്സ്ക്രൈബറും വ്യൂസും എല്ലാം കുറവാണ്. നിങ്ങളെല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യണം. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടില്ലേ. അപ്പോൾ ഏട്ടനും ഇളയ മോനും മാല ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഒരു നേരം മാത്രമേ അരിയാഹാരം കഴിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അവർ വരുമ്പോഴത്തേനും ചേമ്പും നല്ല കാന്താരി ചമ്മന്തി ആക്കി വെക്കാം. ചേമ്പ് ഒഴിഞ്ഞതും കാന്താരി ചമ്മന്തി അതാക്കിയിട്ട് ഞങ്ങൾക്കും അമ്പലത്തിൽ പോകണം. ഏട്ടനും മോനും അമ്പലത്തിൽ പോയിട്ടുള്ളേ. ഇന്ന് ഉച്ചയോ ഒന്നായതുകൊണ്ട് മണ്ഡലകാലമായില്ലല്ലേ. അപ്പം നമുക്ക് നമ്മുടെ അടുത്തിലെ അമ്പലത്തിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ ഭജനയുണ്ട്. അപ്പം ഏട്ടനും മോനെല്ലാം പാടാനും ഭജനയിൽ പാടാനും എല്ലാം പോക്കുണ്ട്. അപ്പോൾ അവർ അമ്പലത്തിൽ പോയിട്ടേ ഇല്ലേ. അപ്പോൾ നമുക്ക് ചേമ്പെല്ലാം ആക്കിയിട്ട് നമുക്കും അമ്പലത്തിൽ പോകണം ഭജന കൂടാൻ വേണ്ടിയിട്ട്. നമുക്ക് ചേമ്പിൻ്റെ തൊലി അന്നേരം നമ്മൾ ചേമ്പിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കുന്നുണ്ട്. ഇത് ഏട്ടൻ്റെ നിവേദനം മാത്രമായിട്ട് ആക്കുന്നു. നമുക്കുള്ള ചോറുണ്ട്, എന്നാലും ഇതിലുണ്ടെങ്കിൽ നമ്മളും തിന്നു. പിന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മേനെ ഞങ്ങൾ അമ്മമ്മ എന്നാണ് വിളിക്കല്. അമ്മമ്മ ഇല്ല സമയത്ത് നമുക്ക് ചേമ്പ് പൂങ്ങിത്തരുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ തൊലി മൊത്തം നന്നായിട്ട് കഴുകും. എന്നിട്ട് തൊലി ചിരണ്ടിക്കളയാണ്ട് പുഴുങ്ങിത്തരും. എന്നിട്ട് നമ്മൾ തിന്നാൻ നേരം അതിൻ്റെ തൊലി ഇങ്ങനെ പൊളിച്ച് തിന്നും. നല്ല പൊളിഞ്ഞിങ്ങനെ വരും കേട്ടോ തൊലി, നല്ല ടേസ്റ്റാണ്. പിന്നെ അമ്മമ്മ ചേമ്പ് അടുപ്പിലെ തീക്കാനെല്ലാം ഇട്ട് ചുട്ട് തരും. അതും തിന്നാൻ നല്ല ടേസ്റ്റാണ്. അത് ഓർക്കുമ്പോൾ വയൽ വെള്ളം വരുന്നു, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. അന്നേരം പിന്നെ വൃശ്ചിക ഒന്നായതുകൊണ്ട് എല്ലാവരും അമ്പലത്തിൽ പോയി. രാവിലെ അമ്പലത്തിൽ പോയി മാലയെല്ലാം ഇട്ടിട്ട് വന്നു. നിവേദൂട്ടൻ ടൂറും കഴിഞ്ഞെത്തിയിട്ടുണ്ട്. അച്ഛനും അമ്മയും അപ്പുറത്തുണ്ട്. നമ്മൾ ചേമ്പിൻ്റെ തൊലി കളഞ്ഞുകൊണ്ടിരിക്കുക. വലിയ കോണത്തിൻ്റെ ചേമ്പെല്ലാം പോകും. അതായത് നമ്മൾ ഇപ്പം അടുപ്പത്ത് ചോറുണ്ട്, അതുകൊണ്ട് നമുക്ക് നല്ല കനലും തീയും ഉണ്ടായതുകൊണ്ട് നമുക്ക് വിറകടുപ്പിൽ തന്നെ നമ്മൾ ചേമ്പ് വെക്കുന്ന. ചേമ്പിൻ്റെ കൂടെ കൂട്ടാൻ നമ്മൾ സ്പെഷ്യലായിട്ടൊന്നും ആക്കുന്നൊന്നുമില്ല. നമ്മൾ കാന്താരി ചമ്മന്തി ആക്കുന്നു. ഇന്ന് നമുക്ക് വീഡിയോ എടുത്തത് നിവേദൂട്ടനാണ്. നികേത് നേരത്തെ അമ്പലത്തിൽ പോയി കർപ്പൂരെല്ലാം കണ്ടതിന് ശേഷം അമ്പലത്തിൽ പോയി. കട്ട് ചെയ്ത് നമുക്ക് വെള്ളത്തിലിട്ട് കൊടുക്കാം. ഇത് ഏട്ടനും കുഞ്ഞും വരുമ്പോഴത്തേനായാൽ മതി. അതുകൊണ്ടാണ് ഇത്ര ലേറ്റായിട്ട് ചെയ്യുന്നത്. നമ്മുടെ അമ്മാമ്മ വന്നിട്ടുണ്ട് ചോറിന് എത്തിക്കാൻ വേണ്ടി. എന്നാലും നമ്മൾ ചേമ്പ് പൊളിച്ച് കഴിയാനായിട്ടുണ്ട്. ഇത് പകുതി ഭാഗം കേടുണ്ട്, നല്ലതല്ലാണ്ട് തോന്നുന്നു. കുറേ ഭാഗം കേട്, ഒരു കുത്ത് കേടാന്ന് തോന്നുന്നു. നമുക്കിത് വൃത്തി കഴുകി അടുപ്പത്ത് വെക്കാം. നമ്മൾ കാത്തു വെക്കണം. നിവേദകൂട്ടന് ടൂറെല്ലാം കഴിഞ്ഞ് അന്ന് ക്ഷീണമൊന്നുമില്ല, ഉറക്കത്തിൻ്റെ ഒരു ഇതേ ഉള്ളൂ. ഇന്ന് ഫുള്ള് ഉറക്കമായിരുന്നു. എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ ആയിരിക്കുന്നു വിചാരിക്കുന്നു. പോയവരെല്ലാം നല്ല അടിച്ചുപൊളിയായിരുന്നു എന്ന് പറഞ്ഞു. നല്ല ഫുഡും നല്ല റൂമും നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു എന്നാണ് പറഞ്ഞു. നമുക്ക് കഴുകി എടുക്കാം.
നമുക്ക് അതിനൊന്ന് പീസാക്കി ഇടണം. ചെറിയ പീസാക്കി ഞാനിങ്ങനെ പീസാക്കുന്നുണ്ട്. ചേമ്പ് നല്ല ടേസ്റ്റില്ല തിന്നാൻ വേണ്ടിയിട്ട്. പണ്ടെല്ലാം തിന്നുന്ന പോലെ ടേസ്റ്റ്. പണ്ടെല്ലാം നല്ല ചേമ്പെല്ലാം പുഴുങ്ങി എല്ലാവരും വട്ടത്തിലിരുന്ന തൊലിയെല്ലാം പൊളിച്ച് തിന്ന ടേസ്റ്റ്. ഇതിങ്ങനെ ചിരണ്ടി വെക്കുന്നതുകൊണ്ട് വലിയ പണിയില്ല. ചേമ്പായപാട് തിന്നാം. അമ്മമ്മയെല്ലാം ആക്കി തരുന്ന കാലത്ത് നമ്മൾ കുത്തിയിരുന്ന് അതിൻ്റെ തൊലി പൊളിച്ചെടുക്കണം ചൂടോടെ. ആ ഒരു ടേസ്റ്റ് ഇപ്പോൾ കിട്ടൂല. നമ്മൾ അതും ആവില്ല. ആ ഓരോ ഓർമ്മകളും ആ ഒരു ഇതെല്ലാം ആ ഒരു പഴയകാല ഫീലിംഗ് ഭയങ്കരം തന്നെയല്ല എല്ലാവർക്കും. അങ്ങനത്തെ കാലമൊന്നും ഉണ്ടാവില്ല. നമ്മൾ കുറച്ച് ആക്കുന്നില്ല, ടേസ്റ്റ് ആക്കുന്നില്ല. ചോറും വെക്കുന്നുണ്ടാവുകൊണ്ട് ബാക്കി വെക്കാൻ മാത്രമൊന്നും വെക്കുന്നില്ല. എന്നാലും നമ്മൾ കാന്താരി ചമ്മന്തിക്ക് വേണ്ടുന്ന കാന്താരി എടുത്തിട്ടുണ്ട്. നല്ല നല്ല പച്ച കാന്താരി. നമ്മളെ വീട്ടിൽ കാന്താരി തൈയൊന്നുമില്ല. അച്ഛൻ പണിയെടുക്കാൻ പോയെടുക്കുന്നു. അച്ഛൻ പച്ചക്കറിയിൽ കാട് പറിക്കാനും അങ്ങനെ അച്ഛൻ മരത്തുമ്പെന്ന് വീണിട്ട് കാല് ഓപ്പറേഷൻ ചെയ്തത് ശരിയാവാത്തതുകൊണ്ട് കാലിനൊരു വളവുണ്ട്. അച്ഛൻ തേങ്ങ പറിക്കാരനായിരുന്നു അച്ഛൻ്റെ പണി. അങ്ങനെ പിന്നെ ഒരു മഴക്കാലത്തൊരു വീടിൻ്റെ പൊക്കത്തൊരു റബ്ബർ പൊട്ടി വീണിട്ട് അതിൻ്റെ കൊമ്പ് കൊത്താൻ പോയരം മരത്തുമ്പെന്ന് വീണിട്ട് മംഗലാപുരത്തല്ലായിരുന്നു ട്രീറ്റ്മെൻറ്റ്. അന്ന് കാലിന് പഴുത്ത് കുളമായി. അവർ കാല് തുളച്ച് പുറമേ കൂടെ കമ്പിയെല്ലാം ഇട്ടിട്ട് ഇപ്പം ഒരു മുട്ട് മടങ്ങൂല. മടങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മടങ്ങൂല. ആ കാലിന് ചെറിയ വളവും ഉണ്ട്. അപ്പം അച്ഛന് വലിയ ഭാരപ്പെട്ട പണിക്കൊന്നും പോകാൻ പറ്റൂല. അല്ല അച്ഛൻ ഈ നാട്ടിലെ തെന്നേറ്റ തൊഴിലാളിയായിരുന്നു. ഇപ്പം അച്ഛൻ ചെറിയ പച്ചക്കറിയിലെ കാട് പറിക്കാനും പച്ചക്കറി നനക്കാനും അങ്ങനെയുള്ള പണികൾക്കാണ് പോവാം. അമ്മ പിന്നെ ഒരു മരമില്ലിൽ കഞ്ഞി വെക്കാനാണ് പോകുന്നത്. പിന്നെ അച്ഛനും അമ്മയും അപ്പുറത്തിരിക്കുന്നുണ്ട്. അവർ ഭക്തിഗാനം വെച്ച് കേൾക്കുന്നു. നമുക്ക് കാന്താരി ചമ്മന്തി വെക്കാൻ വേണ്ടി ഈ ചേമ്പിൻ്റെ ഈ വേസ്റ്റിനകത്ത് തന്നെ ഇതും കൂടെ പറിച്ചിട്ടാലേ നമ്മൾ തിന്നുന്നതുകൊണ്ട് കുറച്ച് കാന്താരി ഇടുന്നുള്ളൂ. ചെറിയ ഉള്ളി എടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളീൻ്റെ തൊലി കളഞ്ഞെടുക്കണം. തൊലി കളഞ്ഞിട്ട് കഴുകിയെടുക്കണം. ചെറുള്ളി ഏകദേശം തീരുന്നു. സവോളയുണ്ട്, എന്നാലും കാന്താരീൻ്റെ കൂടെ ചമ്മന്തി ഇരിക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളി തന്നെ ടേസ്റ്റ്. ചെറിയുള്ളിയും വെളുത്തുള്ളിയെല്ലാം വെച്ചിട്ടാണ് നമ്മൾ കാന്താരി പൊടിക്കുന്നത്. നിവേദ ടൂറ് പോയി വന്ന ക്ഷീണം കൊണ്ടാകും തോന്നുന്നു. ഭജനക്ക് പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. നമുക്കിതെല്ലാം ആക്കി വെച്ചിട്ട് പോകണമെന്ന് വിചാരിക്കുന്നു. മഴ എങ്ങോട്ട് ഭയങ്കര ഇടിയും മഴയാണ്. അതുകൊണ്ട് പോകാനൊരു മടിയുണ്ട്. ചിലപ്പേ പോകുള്ളൂ. അന്നേരം വരുവാണെങ്കിൽ പോകാനുണ്ട്. ഇനി ഞങ്ങൾക്ക് 41 ദിവസം അമ്പലത്തിൽ എപ്പം ഭജനയെല്ലാം ആയിട്ട് ഭജനയും താലപ്പൊലിയും കാര്യങ്ങളെല്ലാം ആയിട്ട് അടിപൊളിയാണ്. ഈ വൃശ്ചിക മാസം സൂപ്പറാണ്. ഇന്ന് താലപ്പൊലി ഉണ്ടാവേണ്ടതാണ്. ഇന്നൊന്നും ഇല്ലാത്ത മഴയായതുകൊണ്ടാണോ അല്ലേ? വൃശ്ചികം അങ്ങനെ എല്ലാ പ്രാവശ്യവും താലപ്പൊലി കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നതാണ്. ഇപ്രാവശ്യം എന്താണെന്നറിയില്ല. ആളില്ല.
41 നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്നാണ് താലപ്പൊലി പോയിട്ട്. ചെറിയ ഉള്ളി ആയതുകൊണ്ട് പൊളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉള്ളി ഇങ്ങോട്ട് പറഞ്ഞു വരുന്നില്ല. അത് ഞങ്ങൾക്ക് ഇത്രേ തിന്നാൻ കഴിയും. മതി വാർത്ത അമ്മമ്മ ചോറ് വാർക്കുന്നുണ്ട്. നമ്മൾ ഉള്ളി പൊളിച്ച് കഴിയാനായിട്ട് ചെറിയ ഉള്ളി ആയതുകൊണ്ട് വേഗം ആവും. കാന്തരച്ചണം ചേർക്കാൻ വേണ്ടി ചേമ്പിനെ നമ്മള് കാർത്ത് വന്ന് അടുപ്പിൻ്റെ ചുവട്ടിൽ തന്നെ ഇരിക്കുവാണ്. അമ്മ ചോറ് വാർക്കുമ്പോൾ മാറാൻ പറഞ്ഞിട്ട് കാർത്ത് മാറുന്നില്ല. അത് വേണ്ട, അമ്മമ്മ മാറിയാലും വേണ്ടില്ല, ഞാൻ മാറൂല എന്നും പറഞ്ഞ് കാർത്ത് ഇങ്ങനെ ഇരിക്കുവാണ്. ചൂടൊന്നും ഒരു വിഷയമല്ലാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ചെറിയുള്ളി നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടുന്ന വെളുത്തുള്ളിയും കൂടെ സെറ്റാക്കണം. വെളുത്തുള്ളി ഞാൻ നടുത്തേക്കൂടെ കീറിയിട്ട് ഇങ്ങനെ എടുക്കുകയാണ്. ചതക്കുകയാണ്. അരക്കുന്നതിനും ടേസ്റ്റ് ചതക്കുന്നേ. പണ്ട് നമ്മൾ ഭജന സമയത്ത് എല്ലാവരും പിള്ളേരെല്ലാം കൂടെ കൂട്ടുകൂടി പോകുമ്പോൾ ഒരു രസമായിരുന്നു. ഇന്ന് പക്ഷെ അങ്ങനെ ആരും പോകുന്നില്ല. എല്ലാവരും മടിച്ചു കൂടണം. അങ്ങനൊരു വൈബാണ്. സ്കൂളെല്ലാം വിട്ട് വന്ന ഒരു രസമാണ്. എല്ലാവരോടും ചോദിക്കുന്നു ഭജനക്ക് പോകുന്നില്ലേ ചോദിക്കും. ഭജനക്ക് പോക്കെന്നുള്ള ലക്ഷ്യത്തോട് മാത്രമാണ് സ്കൂളും വിട്ട് ഇവിടെ എത്തുക. നല്ല രസമല്ല എല്ലാവരും ഇങ്ങനെ പോകുമ്പോൾ. എല്ലാവരും കൂടുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെ എല്ലാവരും. ഇപ്പം അങ്ങനെ ഒത്തുകൂടലെല്ലാം വളരെ കുറവല്ലേ. പിന്നെ ചങ്ങാതിമാരെല്ലാം ഓരോ സ്ഥലത്തായി കല്യാണമെല്ലാം കഴിഞ്ഞ് പോയി. അങ്ങനെ അപ്പം ആ ഫ്രണ്ട്ഷിപ്പെല്ലാം ഇപ്പോഴും ഉണ്ട്. എന്നാലും പഴയ പോലെ ഒരു ഒത്തുകൂടലോ കാര്യങ്ങളോ ഇല്ല. എന്തെങ്കിലും കല്യാണമോ അങ്ങനെ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ ഒത്തുകൂടലെല്ലാം ഇല്ല. അപ്പോൾ തീ നല്ലോണം കത്തുന്നുണ്ട്. നമ്മൾ ചേമ്പ് വെച്ച് കൊടുക്കണം. പിന്നെ കുറച്ച് ഇഞ്ചി വെച്ച് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ തീ നല്ലോണം കത്തുന്നുണ്ട്. അതായത് ഇത് കയ്യോടെ പൊളിച്ച് തീർത്താൽ ഈ വേസ്റ്റ് കയ്യോടെ എടുത്ത് കളയാലോന്ന് വിചാരിച്ചിട്ട് ഇത് കഴിഞ്ഞിട്ട് വേഗം അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ചേമ്പ് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചുകൊണ്ട് ഇനി അടുപ്പത്ത് വെച്ചാൽ മതിയല്ലോ. നേരത്തേന് നമ്മളെ മുളക് ചമ്മന്തി നമുക്കാക്കണം. ഇനി ഒഴിച്ചുകൂടി എല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക്. ഇപ്പം ഉണ്ടാവും അച്ഛൻ കൊണ്ടുവന്ന കാന്താരി, സൂപ്പർ കാന്താരി ഉണ്ടാകും. നല്ല അടിപൊളി കാന്താരി, നല്ല പച്ചപ്പ്. നമുക്കിതെല്ലാം കൊണ്ടിട്ടറിയണം. നമ്മൾ കഴുകി വെച്ച ചേമ്പ് ഇത് നല്ലോണം തീ എത്തുന്നുണ്ട്. നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അടുപ്പത്ത് വെച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഇടിവെള്ളം എടുത്തുന്ന തുമ്മാന്നിട്ട് അങ്ങനെ നമ്മൾ ഈ ഇടികല്ലിൽ തന്നെയാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത്. നമുക്കിത് കഴുകിയെടുക്കാം.
ഈ ഭാഗം കൊണ്ടായിരിക്കില്ലേ, ഈ ഭാഗം കൊണ്ടാണ് ലേശം എവിടെയോ ഒരു പൊട്ടൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് വല്ല തല്ലുപൊടി ആവുമെന്ന് വെച്ച് ഞാൻ ഇവിടെ നിന്ന് മാത്രം എടുക്കില്ല. നമ്മൾ അത്താച്ചം വന്നിട്ടുണ്ട്, നമുക്കിത് കഴുകിയിട്ട് ഞാൻ ആദ്യം ചെറിയുള്ളിയാണ് ചതക്കുന്നത്. ചെറുതായിട്ട് ചതച്ചെടുക്കുന്നേ ഉള്ളൂ. ഓരോന്നായിട്ട് ഇങ്ങനെ ചതച്ചെടുക്കുന്നു, എന്നാലല്ലേ നല്ലത്. വിഷമമായിട്ട് ഓരോന്നോരോന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഉപ്പൊടി ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് ഉപ്പിട്ടിട്ടില്ല. ചതച്ച് വാരിക്കുമ്പോൾ ഇച്ചിരി ഉപ്പ്, പിന്നെ അതിൽ ഇച്ചിരി അല്ല, ആവശ്യത്തിന് ഉപ്പും വിനാഗിരിയും ചേർത്തിട്ട് ഇടും. ഉള്ളിയെല്ലാം ചതച്ച് കഴിഞ്ഞ് നമുക്ക് വെളുത്തുള്ളി ഇതുപോലെ ചതച്ചെടുക്കാം. വെളുത്തുള്ളി നമുക്ക് ഒന്നിച്ചിടാം. കിച്ചൻ പണിയെടുക്കുന്ന സ്ഥലത്ത് കാന്താരിൻ്റെ ഇത് ഇഷ്ടം പോലെ ഉണ്ട്. കാന്താരി ചെടി ഇത് ഇഷ്ടം പോലെ കാന്താരി ഉണ്ടാവുന്ന അച്ഛൻ കൊണ്ടിട്ടില്ല. അച്ഛൻ അധികം കൊണ്ടലുണ്ട്. വെളുത്തുള്ളി ഇട്ട് കൊടുക്കും. കാന്താരി മുളക് ഇങ്ങനെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. കാന്താരി ഇട്ട് കൊടുത്ത് ചതച്ചെടുക്കുക. നല്ല എരിവിൻ്റെ മണം, ഭയങ്കര എരിവാന്ന് തോന്നും. എന്നാലും നമ്മൾ കാന്താരി ചമ്മന്തിയുടെ സെറ്റായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ലേശം വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മളെ എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് അവിടെ എടുത്ത് മൂടി വെക്കാം. ഇനി നമുക്ക് നമ്മൾ ചേമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് ചേമ്പ് തിളച്ചിനാ നോക്കാം.
നമ്മൾ ചേമ്പ് തിളച്ച് വരുന്നുണ്ട്. തിളച്ചു നല്ലോണം തിളച്ചിട്ടാണ് നമുക്ക് ഉപ്പിട്ട് കൊടുക്കുക. കണ്ണ് പറഞ്ഞമ്മേ അച്ചാച്ചൻ ഇങ്ങനെ അടുപ്പും ചോട്ടിൽ ഇരുന്നാൽ എങ്ങനെയാ അച്ചാച്ചേ? ഇപ്പൊ മഴയായതുകൊണ്ട് പുറത്ത് കൊണ്ടുപോകാൻ ഭയങ്കര ഇത് കത്തിയെല്ലാം കഴുകി വെക്കാം. നീലാഞ്ചന കോട്ടിൻ താരാട്ടൂഞ്ഞാലിൽ ചൂടു നീ തങ്കക്കൈ നീട്ടം സൂര്യനോ ചന്ദ്രനോ പുലരിയോ. നമ്മള് ചേമ്പ് തിളച്ചിട്ട് നമുക്ക് ചേമ്പിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഈ തല കെട്ടി തൈനോ വെക്കുന്നു. കല്ലുപ്പ് ഇടുന്ന കല്ലുപ്പ കല്ലുപ്പല്ല പൊടിയുപ്പ. കല്ലുപ്പൊന്നും ഇടാത്ത കല്ലുപ്പ നല്ലത്. കല്ലുപ്പിട്ട ഈ തലക്കെട്ടുന്ന എങ്ങനെ വെക്കുന്നു? കാർത്ത് മാറൂല അച്ഛൻ അമ്മമ്മ പോലും മാറിയിട്ട. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഇളക്കി കൊടുക്കണം. കാർത്ത് കഴിഞ്ഞിട്ട് പോവാമേ ഉറക്കം കഴിഞ്ഞിട്ട്. കാർത്തൂന് ഉറക്കമല്ലാണ്ട് എന്നാ പണി? ഇപ്പൊ നമ്മള് ചേമ്പിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. അതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വേണം. അതടക്കണം. ആടെ ഉപ്പ് കയറ്റി അന്നേരം നമ്മൾ ചേമ്പ് വെന്തിട്ടുണ്ട്. നമുക്ക് ഊറ്റാം. എന്താ ചേമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് കുറച്ച് അപ്പോൾ ചേമ്പ് ഊറ്റി ചേമ്പിലെ വെള്ളം നന്നായിട്ട് പോയിട്ടുണ്ട്. എന്നാലും അടിയിൽ വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ച് ഞാനൊന്ന് അടുപ്പത്ത് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. അടുപ്പത്ത് വെച്ചൊന്ന് കുലുക്കിയിട്ട് അടിയിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ചേമ്പിലെ വെള്ളം നന്നായി വറ്റി നമുക്കിതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അരിയിലെടുത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് അന്നേരം നമ്മൾ ചേമ്പും മുളക് ചമ്മന്തിയും സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് ഷെയറും കൂടെ ചെയ്യണം. അപ്പോൾ
അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.